ഹായ്, ദിസ് ഈസ് കീർത്തന ഫ്രം മെറാക്കി ഗ്ലോബൽ കൺസൾട്ടൻസി. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UK വിസിറ്റിംഗ് വിസ കാറ്റഗറിയിലെ വിസ റിജക്ഷൻസിനെ കുറിച്ചിട്ടാണ്. UK പോലത്തെ ഒരു കൺട്രിയിൽ ഓരോ വർഷവും ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് റിജക്റ്റായി കാണാറുണ്ട്. സോ നിങ്ങളൊരു ജെനുവിൻ അപ്ലിക്കൻ്റ് ആണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റിജക്ഷൻസ് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UK വിസിറ്റിംഗ് വിസ കാറ്റഗറിയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന റിജക്ഷൻ റീസൺസും പിന്നെ നിങ്ങളുടെ വിസ അപ്രൂവൽ റേറ്റ് എങ്ങനെ കൂട്ടാന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ വൺസ് നിങ്ങൾക്ക് റിജക്ഷൻ വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ 3 ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. UK വിസിറ്റിംഗ് വിസ കാറ്റഗറിയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു വിസ റിജക്ഷൻ ആണ് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ കൊടുക്കുക എന്നുള്ളത്. സോ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു ഇൻകം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. സോ ഈ ഇൻകമിന് മാച്ച് അല്ലാത്ത രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ റിജക്ഷൻ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഇത് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിക്ലെയർഡ് ഇൻകം അതനുസരിച്ചിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാലറി നിങ്ങൾക്ക് ആക്ച്വലി ഒരു 30,000 ആണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്ത് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ത്രൂ ആണ് നിങ്ങളത് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സാലറി നിങ്ങളുടെ ഈ ബാങ്കിലോട്ട് ക്രെഡിറ്റ് ആവുന്ന രീതിയിൽ കാണിക്കാം. സോ നിങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ഇൻകം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ത്രൂ പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഫോർ എക്സാമ്പിൾ FD നിങ്ങൾ എന്തെങ്കിലും വെക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സേവിങ്സ് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആപ്ലിക്കേഷൻ ഫോമിൽ കൂടുതലായിട്ടുള്ള ഇൻകം ഡിക്ലെയർ ചെയ്തേക്കുന്നത് അതനുസരിച്ചിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് വെക്കാനായിട്ട് ഉണ്ടാകണം. അടുത്തൊരു റിജക്ഷൻ്റെ റീസൺ ആണ് ഇൻസഫിഷ്യൻറ്റ് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. സോ നോർമലി UK വിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ അക്കൗണ്ടിൽ ഒരു 3 to 4 lakhs മിനിമം നമ്മൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറയാറുണ്ട്. സോ ഒരു വിസ ഓഫീസർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സ്റ്റേബിൾ ആയിരിക്കണം, അതായത് ഒരുപാട് ഫണ്ട് താഴാനും പാടത്തില്ല, അതായത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്ന കാലാവധി ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഫണ്ട് പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കയറി വരുന്നത്. സോ അത് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി റിജക്ഷനിലോട്ട് നയിക്കാനായിട്ട് ഒരു കാരണം. അടുത്തൊരു റിജക്ഷൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹോം കൺട്രി ആയിട്ട് ഒരു സ്ട്രോങ് ടൈസ് കാണിക്കാൻ പറ്റാത്തത് മൂലം വരുന്ന റിജക്ഷൻ. സോ നമുക്ക് അതെങ്ങനെ കവർ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളൊരു മാരീഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ഫാമിലി ടൈസ് നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ അഡീഷണലി നിങ്ങൾക്ക് നാട്ടിൽ എന്തെങ്കിലും അസറ്റ്സ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കാണിക്കാം. അത് നിങ്ങൾ തിരിച്ചു വരും എന്നുള്ളത് കൺവിൻസ് ചെയ്യാനായിട്ട് ഉപകാരമായിരിക്കും. അടുത്തൊരു റിജക്ഷൻ റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ക്രെഡിബിൾ ഡോക്യുമെന്റ്സ് ആണ്. അതായത് നമ്മൾ എന്ത് ഡോക്യുമെന്റ് വെക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ് മാത്രം സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ റിജക്ഷൻ ആയിട്ട് വരുന്ന ക്ലയൻസിന്റെ കാണാറുണ്ട് ITR ആക്ച്വലി നോക്കുന്ന സമയത്ത് ഒരു ടാക്സിബിൾ ആയിട്ടുള്ള ഒരു ITR ആയിരിക്കില്ല ഇവർ ഫയൽ ചെയ്തിട്ടുണ്ടാവുക, ഒരു കുറവ് എമൗണ്ട് ആയിട്ടുള്ള ഒരു ITR ആയിരിക്കും ഇവർ ഫയൽ ചെയ്തിട്ടുണ്ടാവുക. സോ ഈ കുറവുള്ളൊരു ITR നിങ്ങൾ ആക്ച്വലി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരു ഡീസെന്റ് എമൗണ്ട് ഉള്ള ഒരു ITR ആണെങ്കിൽ മാത്രം നിങ്ങൾ ആപ്ലിക്കേഷനിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് നോക്കുക, എല്ലാം എന്നുണ്ടെങ്കിൽ വെക്കാതിരിക്കാൻ നോക്കുക. UK പോലത്തെ ഒരു കൺട്രിയിൽ ITR എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അല്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ITR ഫയൽ ചെയ്യുന്നത്. സോ നിങ്ങൾ ITR ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏജൻസ് ത്രൂ ഫേക്ക് ആയിട്ടൊന്നും ITR ഫയൽ ചെയ്യാം. നിങ്ങൾ എന്തായാലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കണ്ട് പ്രോപ്പർ ആയിട്ട് തന്നെ ITR ഫയൽ ചെയ്യാൻ നോക്കുക. അതൊരു ഡീസെന്റ് എമൗണ്ട് തന്നെ ഫയൽ ചെയ്താൽ മാത്രം ആപ്ലിക്കേഷന്റെ കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു റിജക്ഷൻ വന്നിട്ടുള്ള ഒരാളാണ്, അതായത് വൺസ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് വൺസ് ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിജക്ഷൻ ലെറ്ററിൽ എന്തായാലും UK പോലത്തെ ഒരു കൺട്രിയിൽ ക്ലിയർ ആയിട്ട് റിജക്ഷൻ റീസൺസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ഈ റിജക്ഷൻ റീസൺസ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് മാത്രമാണ് രണ്ടാമത് വെക്കാൻ പാടുള്ളൂ. സോ റിജക്ഷൻ റീസൺസ് അനലൈസ് ചെയ്ത് ജസ്റ്റിഫയബിൾ ആയിട്ട് അഡീഷണൽ ഡോക്യുമെന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ മാത്രമാണ് നിങ്ങൾക്ക് രണ്ടാമത് വിസ അടിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ളൂ. സോ റിജക്ഷൻ ലെറ്റർ അനലൈസ് ചെയ്ത് പിന്നെ അതിൻ്റെ റീസൺ കണ്ടുപിടിച്ച് അതിന് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുക്കണം. സോ ഇതാണ് റിജക്ഷൻ വന്ന ഒരു ഫയലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയും. കൂടാതെ വൺസ് നമ്മൾ വിസ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മെയിൽസ് മോണിറ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ ഒരു വിസ ഓഫീസർ നിങ്ങളുടെ ഫയൽ എടുക്കുന്ന സമയത്ത് അവർക്ക് അഡീഷണൽ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് വേണം എന്ന് ആവശ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൽ ത്രൂ ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്.
ഓക്കെ, മെയിൽ ചെക്ക് ചെയ്യുന്നത് മിസ്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഡോക്യുമെന്റ് റിക്വസ്റ്റ് ചെയ്ത ഡോക്യുമെന്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം റിജക്ഷൻസ് വരാറുണ്ട്. സോ വൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മുടെ മെയിൽസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും UK വിസിറ്റിംഗ് വിസയോ ഷെങ്കൻ വിസിറ്റിംഗ് വിസയോ എന്തെങ്കിലും വിസ സർവീസസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രഷ് കേസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൺസ് ഒരു റിജക്ഷൻ വന്ന കേസസ് ആയിക്കോട്ടെ. റിജക്ഷൻ വന്ന കേസസിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫയൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ കൂടി എന്തെങ്കിലും സർവീസസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറാക്കി ഗ്ലോബൽ കൺസൾട്ടൻസിനെ കോൺടാക്ട് ചെയ്യാം. താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.